ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ BRP ക്ലാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വേറെ ഒന്നുമല്ല പറയാൻ പോകുന്നത്. നിങ്ങൾ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ ഒരു ടെൻസിഗ്രിറ്റി ടേബിൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ടെൻസിഗ്രിറ്റി ടേബിൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ആ ഒരു സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡിൽ ഒരു ടെൻഷൻ കൊടുക്കും ചെറുതായിട്ട്. ആ ഒരു ടെൻഷൻ അനുസരിച്ച് ടെൻഷൻ വരുന്നില്ല, നമ്മളെ മുകളിലത്തെ ഒരു പീസും കൂടി വെക്കുമ്പോഴത്തേക്ക് ഒരു വെയിറ്റ് വരും ചെറുതായിട്ട്. ആ ഒരു വെയിറ്റിൽ താഴോട്ടും മുകളിലോട്ട് ഈക്വലായിട്ട് നിൽക്കും. മുകളിലോട്ട് ഒരേ പ്രഷർ, താഴോട്ട് ഒരേ പ്രഷറിൽ നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ടേബിൾ വർക്കാവുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഗൈസ്, നേരത്തെ പറഞ്ഞാൽ തന്നെ ഈ ഒരു ടെൻസിഗ്രിറ്റി ടേബിൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ കാണുന്ന ഡ്രില്ലിംഗ് മെഷീൻ, ഗ്ലൂ സ്റ്റിക്ക്, ത്രെഡ്, ഹോട്ട് ഗ്ലൂ ഗൺ, പിന്നെ അതിൻ്റെ ഗ്ലൂ സ്റ്റിക്കും കൂടി. ഈ ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഹോൾ ഇട്ടാൽ മതി. അപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്ന കാണുമ്പോൾ മനസ്സിലാവില്ല എങ്ങനെ ഹോൾ ഇടാനുള്ളതെന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഈ ത്രെഡും ഈ രണ്ട് സാധനം മെയിനായിട്ട് ആവശ്യമുള്ളതാണ്. പിന്നെ ഈ ഗ്ലൂ സ്റ്റിക്കിന് പകരം നിങ്ങൾക്ക് വേറെ ഫെവിക്കോളോ ഫെവിക്വിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒട്ടിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ ഹോട്ട് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നേ ഉള്ളൂ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നോ. അപ്പോൾ ഈ ഒരു ടെൻസിഗ്രിറ്റി ടേബിൾ ഉണ്ടാക്കാനായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതിനാണ് 3 സ്റ്റിക്ക് ആദ്യം എടുക്കുക. എന്നിട്ട് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ സെറ്റ് ചെയ്യുക. ഇതുപോലെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെ കറക്റ്റ് ഇവിടെ സെൻറ്ററിലായി ഈ ഒരു ഭാഗത്ത് സെൻറ്ററായിട്ട് ഇവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ഹോൾ ഇടുക. ഇവിടെ എഡ്ജൊക്കെ നല്ല കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഹോൾ ഇടുക. എന്നിട്ടാണ് ആ ഹോൾ ഇടാനാണ് നേരത്തെ ഞാൻ ഡ്രില്ലിംഗ് മെഷീൻ കാണിച്ചത്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇവിടെ ഹോൾ ഇട്ടാലും മതി. എന്നിട്ട് ഇതിൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വേറൊരു സ്റ്റിക്ക് എടുക്കുക. കറക്റ്റ് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള മെഷർമെൻറ്റ് എടുത്തിട്ട് കറക്റ്റ് ഇതിന് സെൻറ്റർ പോർഷൻ നോക്കുക. സെൻറ്റർ പോർഷൻ്റെ അവിടെ ഇത് ചെറിയൊരു ചരിവിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുക. അതുപോലെ 2 പീസാണ് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനുള്ള. എന്നിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു ത്രെഡ് ഉപയോഗിച്ചതിൽ ടൈ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത്രയും പോർഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കി. അപ്പോൾ ഗൈസ്, നമ്മളാണ് നേരത്തെ പറഞ്ഞ കണക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ ഇതെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഹോളും കറക്റ്റെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഇവിടെ ഇത് വെക്കാനായിട്ട് ഈ സെൻറ്റർ പോർഷനിൽ വെക്കാനായിട്ട് 2 സ്റ്റിക്ക് ആവശ്യമാണ്. കാരണം ഇതുപോലത്തെ 2 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ 2 എണ്ണത്തിന് ആവശ്യം ഇതിപ്പോൾ ഈ ഒരു പീസിന് ഒരെണ്ണം മതി. അതിനൊക്കെ ഒന്നും ഉണ്ടാക്കുന്നതാണ് ഈ 2 എണ്ണം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരേ ലെവലിൽ 2 കട്ട് ചെയ്ത് കളയാണ് ഈ ഭാഗം. എന്നിട്ട് ഇനി ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഇതുപോലൊരു പ്രത്യേകിച്ച് ഒന്ന് ഈ സ്ട്രെയിറ്റ് മാറി ഒന്ന് ചെറിയൊരു ചരിച്ച് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ എൻ്റെ ഇതുപോലെ ഞാൻ ലൈൻ ഇട്ടേക്കുന്നില്ല, അതുപോലെ സ്ട്രെയിറ്റ് മാറി ചെറുതായിട്ടൊന്ന് ചരിഞ്ഞ് മാർക്ക് ചെയ്ത് ഒരു 2 പീസുണ്ട്. എന്നിട്ട് 2 ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ നമ്മൾ കണ്ട് 2 പീസ് അതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ട് ഇതുപോലെ ഒരെണ്ണത്തിൽ ഇതുപോലെ ഇങ്ങനെ ചരിച്ചു ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം. അത് കണക്ക് ഇതുപോലെ ഒന്നും കൂടെ ഉണ്ടാക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് പീസിൽ ഇത് കണക്ക് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കണം. പക്ഷേ ഈ പീസ് ഒട്ടിക്കുന്നത് തിരിച്ചായിരിക്കും, മുകളിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ, അതായത് ഇങ്ങനെ ആയിരിക്കും വരാനുള്ളത് ആ ഒരു ഭാഗത്തിൽ ഒട്ടിച്ച് കഴിയുമ്പം. ഇനി നമുക്ക് അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ കേസ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞാണ് സാധനം ഇതുപോലെ ചരിച്ചൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ 2 പീസ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളിവിടെ വെക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഇനി ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഇനി നമുക്കിത് ത്രെഡ് ഇട്ട് കെട്ടേണ്ട ആ ഒരു പരിപാടിയും കൂടി മാത്രമേ ഇതിന് ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി ഇത് ത്രെഡ് ഇട്ട് കെട്ടി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള കാണാം. ത്രെഡ് ഇടാനുള്ള കാര്യം ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടെയും ത്രെഡ് ഇടണം. പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് 3 സൈഡിലോട്ടും ത്രെഡ് ഇട്ട് കെട്ടണം. അപ്പോൾ ഇനി ത്രെഡ് ഇട്ട് കെട്ടി കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കിയോ. അപ്പോൾ ഗൈസ്, നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നതുണ്ട്. അതാണ് ടെൻസിഗ്രിറ്റി ടേബിൾ എന്നാണ്. ഇപ്പോൾ നമ്മൾ നൂലാണ് ഉപയോഗിച്ചത്, പക്ഷേ എന്നിട്ട് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുന്നതാണ്. ഈ ഒരു സംഭവമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഉടൻ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.